ഹലോ എവ്രി വൺ, I+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ എത്തോളജി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? എത്തോളജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? കുറച്ചുകൂടെ സിമ്പിൾ അല്ലേ? പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? സിസ്റ്റമാറ്റിക്സിനെക്കാട്ടിൽ സിസ്റ്റമാറ്റിക്സിൽ കുറച്ചുകൂടെ കോൺസെപ്റ്റുകളല്ലായിരുന്നു. അപ്പം അത്രയും പ്രശ്നമില്ലല്ലോ അല്ലേ? കുറച്ചുകൂടെ എളുപ്പമല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയേ? വേഗം ഒന്ന് റിവൈൻഡ് ചെയ്തേ. എന്തൊക്കെയാണ് നോക്കിയേ? എത്തോളജിയുടെ ഡെഫിനിഷൻ നോക്കി. എന്താണ് എത്തോളജി? എത്തോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ബിഹേവിയർ ആയിരുന്നു പറഞ്ഞു. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പറഞ്ഞു, എത്തോസും ലോഗോസും. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. എന്തൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോൺ അസോസിയേറ്റീവ് ലേണിംഗ്. 5 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 5 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ലേണിംഗ്, തേർഡ് വൺ ഇൻസൈറ്റ് ലേണിംഗ്, പിന്നെ ലേറ്റൻറ്റ് ലേണിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഹാബിറ്റുവേഷൻ. അപ്പോൾ ഹാബിറ്റുവേഷൻ അല്ല, ഇംപ്രിൻറ്റിങ്. സോ 5 കാറ്റഗറീസ് ആയിരുന്നു. അതിൽ നമ്മൾ രണ്ടെണ്ണം നോക്കിയില്ല, ഫസ്റ്റ് വൺ മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലേ? ഫസ്റ്റ് ഏതായിരുന്നു നോക്കിയത്? നോൺ അസോസിയേറ്റീവ് ലേണിംഗ് നോക്കി അല്ലേ? നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്തായിരുന്നു? അതൊരു റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് ഒരു അസോസിയേഷനും ഇല്ലാതെ കാണിക്കുന്ന ലേണിംഗ് ബിഹേവിയറിനെയാണ് നമ്മൾ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ 2 ടൈപ്പ് പഠിച്ചു, ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും പഠിച്ചു. ഹാബിറ്റുവേഷൻ എന്താ? സെൻസിറ്റൈസേഷൻ എന്താ? ഹാബിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കിട്ടുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ആ സ്റ്റിമുലസിനോട് റെസ്പോൺസ് ചെയ്യുന്നത് കുറഞ്ഞ് അവസാനം അത് സീസ് ചെയ്യും. പക്ഷേ ഇൻ കേസ് ഓഫ് സെൻസിറ്റൈസേഷൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കിട്ടുമ്പം ആ ഓർഗാനിസം ആ പർട്ടിക്കുലർ സ്റ്റിമുലസിനോട് ആംപ്ലിഫൈഡ് റെസ്പോൺസ് ആയിരിക്കും കാണിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റിമുലസിനോടോ മറ്റേതൊരു സ്റ്റിമുലസിനോടോ ആംപ്ലിഫൈഡ് റെസ്പോൺസ് കാണിക്കുന്നതിനാണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലായിരുന്നോ എല്ലാവർക്കും? സോ നെക്സ്റ്റ് നമുക്ക് അസോസിയേറ്റീവ് ലേണിംഗ് നോക്കാം. നമ്മൾ നോൺ അസോസിയേറ്റീവിനകത്ത് ഹാബിറ്റുവേഷനും പഠിച്ചു, സെൻസിറ്റൈസേഷനും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. സോ വാട്ട് ഈസ് അസോസിയേറ്റീവ് ലേണിംഗ്? നോൺ അസോസിയേറ്റീവിൻ്റെ ഓപ്പോസിറ്റ്. നമുക്കൊരു റിവാർഡോ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റോ കിട്ടുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ലേണിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റീവ് ലേണിംഗ്. സോ നമ്മുടെ ലേണിംഗ് ബിഹേവിയർ എപ്പോഴും എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. സോ വാട്ട് ഈസ് associative learning? In associative learning, a connection is formed between stimuli and the response through experience. അപ്പോൾ എക്സ്പീരിയൻസിലൂടെ ഈ നമ്മുടെ സ്റ്റിമുലസിനും ഈ റെസ്പോൺസിനും ഇടയ്ക്ക് ഒരു കണക്ഷൻ ഫോം ചെയ്യുന്ന, ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സെക്കൻഡ് വൺ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങും. Okay, classical conditioning, operant conditioning. So first one is classical conditioning. So what is classical conditioning? അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നും അവരുടെ എക്സ്പെരിമെൻ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഫസ്റ്റ് അസോസിയേറ്റീവ് ലേണിംഗ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പം ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഡിസ്കവർ ചെയ്തത് ആരാണ്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോ, അല്ലെങ്കിൽ സിംപ്ലി പാവ്ലോ. ഇവാൻ പാവ്ലോ ആണിത് പ്രപ്പോസ് ചെയ്തത്. ഹി ഡിസ്കവേർഡ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രെയിൻ എ ഡോഗ് ടു സലൈവേറ്റ് അറ്റ് ദി സൗണ്ട് ഓഫ് എ ബെൽ. അപ്പം അദ്ദേഹം എന്താണ് പ്രപ്പോസ് ചെയ്തത്? ഒരു ഡോഗിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് സലൈവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? വിത്ത് സൗണ്ട് ഓഫ് എ ബെൽ. ഫുഡ് കൊടുക്കാതെ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് മാത്രം അതിനെ അതിനെ സലൈവേറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ആര് കണ്ടുപിടിച്ചു? ഇവാൻ പാവ്ലോ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ആ ഡോഗിനെ നമുക്ക് ട്രെയിൻ ചെയ്യണം. ആ ഡോഗിനെ കണ്ടിന്യൂസ്ലി ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ സലൈവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് ഇവാൻ പാവ്ലോയുടെ എക്സ്പെരിമെൻറ്റ് വഴി അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഏതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ആരാണ് അതിൻ്റെ പ്രപ്പോസ് ചെയ്തത്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോ. അപ്പോൾ പാവ്ലോ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രപ്പോസ് ചെയ്ത ആൾ, അല്ലെ ഫൗണ്ടർ എന്ന് വിളിക്കാം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു ഡോഗിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ വിത്തൗട്ട് ഫുഡ് ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ അതിനെ സലൈവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൈ
ബൈ കോൺസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു ട്രെയിനിങ് എക്സ്പെരിമെൻ്റ് ആണ് അത് ആര് കണ്ടക്ട് ചെയ്തത്? ഇവാൻ പാവ്ലോ കണ്ടക്ട് ചെയ്തത്. ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത് നമുക്കൊരു ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും, ഒരു ബിഹേവിയർ ലേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനൊരു ലേണിങ്ങിനെയാണ് എന്ത് വിളിച്ചത് അദ്ദേഹം? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിച്ചത്. സോ എന്താണ് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് ഇവാൻ പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിച്ചത്. സോ നോക്കാം എന്തായിരുന്നു അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തത് ഡോഗ്സ് ആണ്, based on their salivary reflex. Pavlov's classical experiment with dogs often involved salivary reflex. അപ്പോൾ സലൈവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ചെയ്തത്. മെയിൻലി അദ്ദേഹം ചെയ്തത് ഡോഗിലാണ്. സോ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഒരു ഡോഗുണ്ട്, ഹംഗ്രി ഡോഗ്. എങ്ങനെ ഡോഗാണ്? ഹംഗ്രി ആയിട്ടുള്ള ഡോഗിന് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിമിൽ അദ്ദേഹം കയറ്റി നിർത്തി. ഓക്കെ, എന്നിട്ടാണ് അദ്ദേഹം ആ എക്സ്പെരിമെൻ്റ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തു? ഈ ഡോഗിന് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ മീറ്റ് പൗഡർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ മീറ്റ് പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തത്? സലൈവേറ്റ് ചെയ്തു. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഇത് കുറേ ദിവസം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മീറ്റ് പൗഡർ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ഒരു ബെല്ലും കൂടെ പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ആദ്യം ബെല്ല് ആ ഡോഗ് ശ്രദ്ധിച്ച് കാണത്തില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫുഡിൻ്റെ കൂടെ ഈ ബെല്ല് കേട്ട് എന്ത് ചെയ്യും? അവസാനം ബെല്ല് കേട്ടാൽ തന്നെ ഫുഡ് ഇല്ലെങ്കിൽ പോലും ഈ ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. സോ എ ഹംഗ്രി ഡോഗ് വാസ് കെപ്റ്റ് ഇൻ എ ഡിസൈൻഡ് ഫ്രെയിം. എന്ത് ചെയ്തു? ഒരു ഡിസൈൻഡ് ഫ്രെയിമിൽ അദ്ദേഹം ഹംഗ്രി ആയിട്ടുള്ളൊരു ഡോഗിനെ പ്ലേസ് ചെയ്തു. പാവ്ലോ ഗേവ് ദ ആനിമൽ എ സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ്. ഇവിടുത്തെ ഫുഡാണ് നമ്മുടെ മീറ്റ് പൗഡർ. അപ്പോൾ ആ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് അദ്ദേഹം എന്ത് ചെയ്തു? ഡോഗിന് കൊടുക്കാൻ തുടങ്ങി. എങ്ങനത്തെ ഡോഗാണ്? ഹംഗ്രി ആയിട്ടിരിക്കുന്ന ഡോഗാണ്. അറ്റ് റെഗുലർ ഇൻ്റർവൽ വിച്ച് റിസൾട്ട് ഇൻ സലൈവേഷൻ. അപ്പോൾ ഹംഗ്രി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ റെഗുലർ ഇൻ്റർവെല്ലിൽ സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്ന വഴിക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്? സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. Now he proceeded each ration of meat powder with a sound of bell. അപ്പം ആദ്യം ഫുഡ് മാത്രം കൊടുത്തു, സലൈവേറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫുഡിൻ്റെ കൂടെ മീറ്റ് പൗഡർ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ ചെയ്തു? ബെല്ലിൻ്റെ സൗണ്ട് കൂടെ കേൾപ്പിക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ദർ വാസ് നോ റെസ്പോൺസ്. ആദ്യം ഒന്നും ആ ബെല്ല് കൊടുത്തുകൊണ്ട് ആ ഡോഗിന് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. ബട്ട് ആഫ്റ്റർ റിപ്പീറ്റഡ് സ്റ്റിമുലസ് ദ ബിഹേവിയർ ഓഫ് ദ ഡോഗ് ഗ്രാജുവലി ചേഞ്ച്ഡ്. അപ്പോൾ റിപ്പീറ്റഡ് ആദ്യം പ്രത്യേകിച്ച് ആ ഡോഗിന് സൗണ്ട് ഓഫ് ബെല്ല് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബിഹേവിയറൽ ചേഞ്ചും ഉണ്ടായില്ല. പക്ഷെ റിപ്പീറ്റഡായിട്ട് സംഭവിച്ചപ്പോൾ റിപ്പീറ്റഡായിട്ട് ഈ ഫുഡ് മീറ്റ് പൗഡർ കൊടുക്കുന്നതിൻ്റെ കൂടെ അദ്ദേഹം ഈ ബെല്ല് റാങ് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഡോഗിൻ്റെ ബിഹേവിയറിൽ ഗ്രാജുവലി എന്ത് പറ്റി? ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? മീറ്റ് പൗഡർ കാണുന്നതിന് മുന്നേ തന്നെ ആ ഫുഡ് ഇല്ലെങ്കിൽ പോലും ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പം ഈ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് പാവ്ലോയുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് പാവ്ലോ ഡിസ്ക്രൈബ്ഡ് ദ സൗണ്ട് ഓഫ് എ ബെൽ ആസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ ഇവിടെ 2 സ്റ്റിമുലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഒന്ന് ഫുഡും ഒന്ന് ബെല്ല്. അതിൽ ഫുഡ് നമ്മൾ നാച്ചുറലായിട്ട് കൊടുക്കുന്ന സാധനം. അപ്പോൾ അതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത മീറ്റ് പൗഡർ അന്ന് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതിന് മുന്നേ കൊടുത്ത സ്റ്റിമുലസ് ആയതുകൊണ്ട് തന്നെ അതിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തു സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? ബെല്ലാണ്. അപ്പോൾ ആ ബെല്ലാണ് എന്തെന്ന് പറയുന്നത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സ്പെരിമെൻറ്റിൽ ആ സൗണ്ട് ഓഫ് ബെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുപ്പിച്ചാണ് ആ സൗണ്ട് കേൾക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഇനി ഫുഡ് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെറുതെ കൊടുക്കുമ്പോഴേ സലൈവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് നമ്മുടെ മീറ്റ് പൗഡർ അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് റെസ്പോൺസ് കാണിക്കുന്നത്. കണ്ടീഷൻഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ട്. അപ്പം ജസ്റ്റ് ആ ഫുഡ് കാണുന്നത് എന്തായിരുന്നു? സലൈവേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു? ആ ഫുഡ് മാത്രം കണ്ട് സലൈവേറ്റ് അതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. റെസ്പോൺസ് എന്ന് പറയുന്നത്.
ഇനി ബെല്ല് കേട്ടിട്ട് സലൈവേറ്റ് ചെയ്തില്ലേ, അതിനെയാണ് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും? അപ്പം നമ്മൾ പറഞ്ഞത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും, കണ്ടീഷണൽ റെസ്പോൺസും അൺകണ്ടീഷണൽ റെസ്പോൺസും. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്ത് ഓർത്താൽ മതി. അപ്പോൾ കണ്ടീഷണൽ സ്റ്റിമുലസ് നമ്മൾ 2 സ്റ്റിമുലസ് ആണ് കൊടുത്ത്, ഒന്ന് ഫുഡും കൊടുത്തു, ഒന്ന് ബെല്ലും കൊടുത്തു. അപ്പോൾ ആ ഫുഡ് എന്താണ്? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. ബെല്ലെന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഇനി റെസ്പോൺസ് 2 റെസ്പോൺസ് കാണിച്ച്, ഒന്ന് ഫുഡ് മാത്രം വെച്ച് സലൈവേറ്റ് ചെയ്തു, ഒന്ന് ബെല്ല് വെച്ചിട്ട് സലൈവേറ്റ് ചെയ്തു. അപ്പോൾ ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് പറയുന്നത്. ഇനി ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് അത് സലൈവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. സോ മനസ്സിലായല്ലോ അത്രയും? സോ അപ്പോൾ എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് എത്തോളജിസ്റ്റിന് യൂസ് എന്ന് നോക്കാം. സോ യൂസ്ഫുൾ ടു എത്തോളജിസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി കണ്ടീഷൻസ് ഓഫ് ആനിമൽസ് ടു ദി എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ. എങ്ങനെയാണ് ഓർഗാനിസത്ത് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈയോട് കണ്ടീഷൻഡ് ആവുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഹെൽപ്ഫുള്ളാണ്. സോ നോക്കിയാലോ ഒന്നുകൂടെ. എന്താണ് നമ്മൾ നോക്കിയത്? അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആയിരുന്നു ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇവാൻ പാവ്ലോ ആണ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ഡോഗിനെ ട്രെയിൻ ചെയ്യിച്ചിട്ട് എന്ത് ചെയ്തു? ഫുഡ് കാണിക്കാതെ തന്നെ ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തെടുത്തു. ആ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നോക്കിയാൽ നമ്മൾ ഡോഗിനെ, ഹംഗ്രി ആയിട്ടുള്ള ഡോഗിനെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ പ്ലേസ് ചെയ്തു. ഒരു ഡിസൈൻഡ് ഫ്രെയിമിൽ പ്ലേസ് ചെയ്തു. റെഗുലർ ഇൻ്റർവെൽസിൽ അതിന് ഫുഡ് കൊടുത്തു. എന്ത് ഫുഡായിരുന്നു കൊടുത്തത്? മീറ്റ് പൗഡറാണ് കൊടുത്തത്. ആ മീറ്റ് പൗഡർ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ആ ഡോഗിന് പ്രൊവൈഡ് ചെയ്തു. പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് സലൈവേറ്റ് ചെയ്തു. നോർമലി അതങ്ങനെയാണല്ലോ, സലൈവേറ്റ് ചെയ്യും. നെക്സ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലിൻ്റെ സൗണ്ടും കൂടെ കേൾപ്പിച്ചു ഡോഗിന്. ആദ്യമൊന്നും അതിന് പ്രത്യേകിച്ചൊരു റെസ്പോൺസും കാണിച്ചില്ല. പക്ഷെ ഗ്രാജുവലി ഈ റിപ്പീറ്റഡ് സ്റ്റിമുലസ് കൊടുത്തോണ്ടേയിരുന്നു, റിപ്പീറ്റഡ് ഈ സൗണ്ട് റാങ്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഫുഡിൻ്റെ കൂടെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബെല്ലിൻ്റെ സൗണ്ട് കൂടെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗ്രാജുവലി ഈ ഡോഗിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നു. എന്ത് ബിഹേവിയർ ചേഞ്ചാണ് ആ ഡോഗിന് അദ്ദേഹം കണ്ടത്? യെസ്, ആ ഫുഡ് കൊടുക്കാതെ തന്നെ, ഫുഡ് കാണാതെ തന്നെ സൗണ്ട് ഓഫ് ബെല്ല് കൊണ്ട് തന്നെ ആ ഡോഗ് എന്ത് ചെയ്തു? സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനൊരു ടൈപ്പ് ഓഫ് ലേണിങ്ങിനാണ് അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ നമ്മൾ 4 വേർഡ് പഠിച്ചു. കണ്ടീഷണൽ സ്റ്റിമുലസ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. കണ്ടീഷണൽ സ്റ്റിമുലസ് എന്തായിരുന്നു? ബെല്ലാണ് കണ്ടീഷണൽ സ്റ്റിമുലസ്, ഫുഡാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. ഇനി റെസ്പോൺസ് കാണിക്കുന്നത് ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നതിന് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്നും സൗണ്ട് ഓഫ് ദി ബെല്ല് അത് എന്താണ്? എന്ത് റെസ്പോൺസാണ്? കണ്ടീഷ്ഡ് റെസ്പോൺസാണ് കാണിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട്, അടുത്ത ടൈപ്പിലോട്ട് പോയാലോ? സോ സെക്കൻഡ് അസോസിയേറ്റീവ് ലേണിങ്ങിനകത്ത് വരുന്നതാണ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. ഏതാണ്? ഒപ്പറൻ്റ് കണ്ടീഷനിങ്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തത്. ആരാണ്? BF സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തത്. സോ ഹൂ പ്രപ്പോസ്ഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ഇവാൻ പാവ്ലോ. ആൻഡ് ഹൂ പ്രപ്പോസ്ഡ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്? BF സ്കിന്നർ. സോ നമുക്ക് ഇതിനെ ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്തും വിളിക്കാം? ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് വിളിക്കാം. ഇതൊരു ടൈപ്പ് ഓഫ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ സെപ്പറേറ്റഡ് ഒരു ഹെഡിങ്ങിൽ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്നും വിളിക്കുന്നുണ്ട്. It is a type of learning where the animals has some control over the stimulus and the response it shows. എന്താണ്? ഓക്കെ, ഇവിടെ ഈ ഒരു കണ്ടീഷനിങ്ങിൻ്റെ കേസിൽ, ഈ ഒരു ലേണിംഗ് ബിഹേവിയറിൽ
പർട്ടിക്കുലർ ഓർഗാനിസത്തിന് അതിന് കിട്ടുന്ന സ്റ്റിമുലസിനോടും എങ്ങനെ അത് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും രണ്ടിനും ഇതിലെന്തുണ്ട്, ഈ ഓർഗാനിസത്തിന് കൺട്രോൾ ഉണ്ട്. സോ ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദി സ്റ്റിമുല ഇറ്റ് റിസീവ്സ് ആൻഡ് ഓൾസോ ഓവർ ദി റെസ്പോൺസ് ഇറ്റ് പ്രൊഡ്യൂസ്. അപ്പം അതിന് കിട്ടുന്ന സ്റ്റിമുലസിനോടും അത് കാണിക്കുന്ന റെസ്പോൺസിനോടും രണ്ടിനോടും ആ ഒരു ഓർഗാനിസത്തിന് കൺട്രോൾ, രണ്ടിനും സ്റ്റിമുലസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് കാണിക്കുന്ന റെസ്പോൺസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ റെസ്പോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേണിംഗ് ബിഹേവിയറാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ വരുന്നത്. സോ ഈ ഒരു ഓപ്പറൻ്റ് കണ്ടീഷനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് BF സ്കിന്നർ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്തു. അതിനാണ് സ്കിന്നർ ബോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പം BF സ്കിന്നർ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സ്കിന്നേഴ്സ് ബോക്സ് എന്ന് വിളിക്കുന്നത്. സോ 1930 BF സ്കിന്നർ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത അപ്പാരറ്റസിനെയാണ് സ്കിന്നർ ബോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്കിന്നർ ബോക്സ് എന്തിനാണ്? ടു ഡെമോൺസ്ട്രേറ്റ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അപ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BF സ്കിന്നർ ഡെവലപ്പ് ചെയ്ത ഒരു അപ്പാരറ്റസ് ആണ് സ്കിന്നർ ബോക്സ്. അപ്പോൾ സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൗണ്ട് പ്രൂഫ് ആയിരിക്കും, കണ്ടിന്യൂസ്ലി ഇലുമിനേറ്റഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ്ലി ഇലുമിനേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ലിവർ ഉണ്ടായിരിക്കും. ആ ലിവറിൽ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫുഡ് കിട്ടും. അപ്പോൾ സ്കിന്നർ ബോക്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? സൗണ്ട് പ്രൂഫ് ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി ഇലുമിനേഷൻ ഉണ്ടായിരിക്കും, കോൺസ്റ്റൻ്റ് ഇലുമിനേഷൻ ആയിരിക്കും, അതുപോലെ ഒരു ലിവർ ഉണ്ടായിരിക്കും. ആ ഒരു ലിവറിൽ ടച്ച് ചെയ്താൽ ആ ലിവർ ടച്ച് ചെയ്ത് എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ആ ഒരു ബോക്സിൽ ഫുഡ് വന്ന് വീഴും. ഇതാണ് ആ ബോക്സിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ആ സ്കിന്നർ ബോക്സിൽ എന്ത് ചെയ്തു? ഒരു ഓർഗാനിസത്തിനെ പ്ലേസ് ചെയ്തു. ഹംഗ്രി ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു അനിമലിനെ പ്ലേസ് ചെയ്തു. ആ ഒരു അനിമൽ റാറ്റ് ആവാം, പീജിൻ ആവാം, ഹാംസ്റ്ററും ആവാം. സോ അങ്ങനെ നമ്മൾ ആ ഒരു സ്കിന്നർ ബോക്സിൽ നമ്മളൊരു അനിമലിനെ പ്ലേസ് ചെയ്തു. ഹംഗ്രി ആയിട്ടുള്ള അനിമലിനെ ആയിരിക്കണം പ്ലേസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്തായിരിക്കും കാണിക്കുന്നത്? ഒരു വെപ്രാളമൊക്കെ കാണിക്കും അല്ലേ? ഓടി നടന്ന് ഇതൊക്കെ ചുറ്റുപാടൊക്കെ നോക്കും. ഒക്കെ ഇങ്ങനെ ഓടി നടക്കുമായിരിക്കും. അങ്ങനെ ഓടി നടക്കുന്നതിനിടയ്ക്ക് ഇത് ആക്സിഡൻ്റലി എന്ത് ചെയ്യും? ആ ഒരു ലിവർ അങ്ങ് അമക്കും. അപ്പോൾ അതിൻ്റെ പെല്ലറ്റ് കിട്ടും, ഒരു ഫുഡ് കിട്ടും. അപ്പോൾ അത് ആദ്യം സർപ്രൈസ്ഡ് ആവും, ആദ്യം വലിയ റെസ്പോൺസ് ഒന്നും കാണിക്കത്തില്ല. പിന്നെ അത് ഒന്നുകൂടെ അത് അങ്ങനെ സംഭവിച്ചാൽ അതിന് മനസ്സിലാവും ഇല്ലേ, എന്താ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മനസ്സിലാവും ലിവർ അമക്കിയാൽ അതിന് ഫുഡ് കിട്ടുമെന്ന്. പിന്നെ അത് കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂസ്ലി പോയിട്ട് ആ ലിവർ തട്ടിക്കൊണ്ടിരിക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതാണ് സ്കിന്നേഴ്സ് ബോക്സ് വഴി നമ്മൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഓഫ് ലേണിങ്ങിനാണ് നമ്മൾ ഓപ്പറൻ്റ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് ലേണിംഗ്. അതിനെ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്നും വിളിക്കും. എന്ത് വിളിക്കുന്നുണ്ട്? ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്നും വിളിക്കുന്നുണ്ട്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? BF സ്കിന്നർ ആണ് പ്രപ്പോസ് ചെയ്തത്. BF സ്കിന്നർ 1930s ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരറ്റസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ അപ്പാരറ്റസിനെ വിളിക്കുന്ന പേരാണ് സ്കിന്നർ ബോക്സ് എന്ന്. അപ്പോൾ ആ സ്കിന്നർ ബോക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്കിന്നർ ബോക്സിന് കോൺസ്റ്റൻ്റ്ലി ഇലുമിനേറ്റഡ് ആയിരിക്കും, അത് സൗണ്ട് പ്രൂഫ് ആയിരിക്കും, അതുപോലെ തന്നെ അവിടെ ഒരു ലിവർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിവർ തട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫുഡ് കിട്ടും, ഓട്ടോമാറ്റിക്കലി ഫുഡ് കിട്ടും. ഇതാണ് ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലോട്ട് നമ്മൾ ആരെ കൊണ്ടുവരും? ഒരു ഹംഗ്രി ആയിട്ടുള്ള വിശന്ന് വരഞ്ഞിരിക്കുന്ന ഒരു ആനിമലിനെ കൊണ്ടുവരും. അതൊരു റാറ്റ് ആകാം, ഒരു ഹാംസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഒരു പീജിൻ ആകാം. സോ ഇപ്പം നമ്മൾ ആനിമലിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഭയങ്കര ഹംഗ്രി ആയിട്ടുള്ള ആനിമലാണ്. ഒരു ആനിമൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യും? അതിൻ്റെ സറൗണ്ടിങ് ഒക്കെ നോക്കും, ഓടി നടക്കും. അങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ വഴിക്ക് അതെന്താ ലിവറിൽ തട്ടി അതിന് ഫുഡ് കിട്ടും. അപ്പോൾ ആദ്യം അത് ഒരു റെസ്പോൺസ് കാണിക്കത്തില്ല, വീണ്ടും അങ്ങനെ സംഭവിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് സംഭവിക്കുമ്പോൾ, തട്ടുമ്പോൾ ഫുഡ് കിട്ടുമ്പോൾ ആ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആനിമലിന് മനസ്സിലാവും എന്താ
ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ പെല്ലറ്റ് ഈ ഒരു ലിവറിൽ ടച്ച് ചെയ്താൽ ഫുഡ് കിട്ടുമെന്ന് മനസ്സിലാവും. പിന്നീട് അതെന്ത് ചെയ്യും, ആനിമൽ കണ്ടിന്യൂസ്ലി പോയിട്ട് ആ ലിവറിലങ്ങ് അമക്കിക്കൊണ്ടിരിക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് നമ്മൾ ഒപ്പറൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അസോസിയേറ്റീവ് ലേണിംഗ് പഠിച്ചു കഴിഞ്ഞു. നോൺ അസോസിയേറ്റീവ് ലേണിങ്ങും നോക്കി. നെക്സ്റ്റ് വൺ ആണ് ലേറ്റൻറ്റ് ലേണിംഗ്. അതിന് മുന്നേ നമുക്ക് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് പറയണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കിന്നറിൻ്റെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിന് ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ്, അതിന് ട്രയൽ ആൻഡ് എറർ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. തോർണ്ടിക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഒരു ബോക്സ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ട്രയൽ ആൻഡ് എറർ മെക്കാനിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നോക്കുവാണെങ്കിൽ തോർണ്ടിക്, എ ഫേമസ് എത്തോളജിസ്റ്റ്, ഡിസൈൻഡ് എ പ്രോബ്ലം ബോക്സ്. അദ്ദേഹം ഒരു പ്രോബ്ലം ബോക്സ് ഡെവലപ്പ് ചെയ്തു. ആരാണ്? തോർണ്ടിക് എന്ത് ചെയ്തു? ഒരു എത്തോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പ്രോബ്ലം ബോക്സ് ഡിസൈൻ ചെയ്തു വിത്ത് വെർട്ടിക്കൽ ബാർസ്. എന്തുണ്ടാക്കി? വെർട്ടിക്കലായിട്ടുള്ള ബാർസ് ഉണ്ടാക്കി. ആ ബാർസിൽ കൂടെ നോക്കി എന്ത് പറ്റും? പുറത്ത് ഫുഡ് ഇരിക്കുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തെ കാഴ്ച കാണാൻ പറ്റും. വെർട്ടിക്കലായിട്ട് ബാർസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ജയിലിനെ പോലെ. അപ്പോൾ അതിനിടയിൽ കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പുറത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം തോർണ്ടിക്ക് ഒരു എത്തോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു പ്രോബ്ലം ബോക്സ് ഉണ്ടാക്കി. ആ ബോക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വെർട്ടിക്കൽ ബാർസ് ഉണ്ടായിരുന്നു. ആ വെർട്ടിക്കൽ ബാർസിൽ കൂടെ നോക്കുവാണെങ്കിൽ അകത്ത് ആനിമൽസിനെ കീപ്പ് ചെയ്താൽ അതിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. സോ അതിന് ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പ് പുള്ളി ചെയ്താൽ മാത്രമേ, ബോക്സിനുള്ളിൽ ഒരു ലൂപ്പുണ്ട്, ആ ലൂപ്പ് പുള്ളി ചെയ്താൽ മാത്രമേ ആ ഡോർ ഓപ്പൺ ആയിട്ട് ആ ആനിമലിന് പുറത്ത് കടക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ബോക്സിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ തോർണ്ടിക്ക് ഒരു ഫേമസ് ഇത്തോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രോബ്ലം ബോക്സ് ഡെവലപ്പ് ചെയ്തു. ആ പ്രോബ്ലം ബോക്സ് എങ്ങനെയുള്ളതാണ്? അതിന് വെർട്ടിക്കൽ ബാർസ് ഉണ്ട്. ആ വെർട്ടിക്കൽ ബാർസിനുള്ളിൽ ഒരു അനിമലിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അതിന് കാണാൻ പറ്റും. അതുപോലെ അതിന് ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെർട്ടിക്കൽ ബാർസൊക്കെ ഓപ്പൺ ആയി അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ബാറുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബോക്സ് ഓപ്പൺ ആവണമെങ്കിൽ, അതിന് ഡോർ ഓപ്പൺ ആവണമെങ്കിൽ ആ ബോക്സിനുള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പ് പുള്ളി ചെയ്താൽ മാത്രമേ എന്ത് പറ്റും? ഈ ബോക്സ് ഓപ്പൺ ആയിട്ട് ആ ഒരു അനിമലിന് പുറത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ആ ബോക്സിനകത്തോട്ട് ഒരു ഹംഗ്രി ആയിട്ടുള്ള ഒരു ക്യാറ്റിനെയാണ് പ്ലേസ് ചെയ്തത്. എന്തിനാണ് പ്ലേസ് ചെയ്തത്? ഒരു ഹംഗ്രി ക്യാറ്റിനെ പ്ലേസ് ചെയ്തു. ഫുഡ് എവിടെ കൊണ്ടുവച്ചു? പുറത്തും കൊണ്ടുവച്ചു. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലം ബോക്സിൽ അദ്ദേഹം ഉള്ളിൽ എന്തിനെ വെച്ചു? ഒരു ഹംഗ്രി ക്യാറ്റിനെ വെച്ചു. പുറത്താണ് അദ്ദേഹം ഫുഡും പ്ലേസ് ചെയ്തത്. അറ്റ് ഫസ്റ്റ് ദ ക്യാറ്റ് ഡസ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ബട്ട് ഇറ്റ് കുഡ് നോട്ട് റീച്ച് ദ ഫുഡ്. അപ്പോൾ ആദ്യം ഈ ക്യാറ്റ് എന്ത് ചെയ്തു? അതിനകത്ത് തലകുത്തി മറിയുന്നുണ്ട്, ഒരുപാട് കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്ത് പറ്റുന്നില്ല? അതിന് ഡോറ് ഓപ്പൺ ചെയ്ത് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല. ബൈ ചാൻസ് ദ ക്യാറ്റ് പുൾ ദ ലൂപ്പ് ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദി ബോക്സ് ടു ഗെറ്റ് ദി ഫുഡ്. അപ്പോൾ ബൈ ചാൻസ് ആയിട്ട് എന്ത് പറ്റി? ആ പൂച്ചയ്ക്ക് ആ ലൂപ്പ് എങ്ങനെയോ അത് പുള്ളായി ക്യാറ്റിന് പുറത്ത് കടന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി സാധിച്ചു. ബൈ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രയൽ ദ സെയിം എക്സ്പെരിമെൻറ്റ് ദ ക്യാറ്റ് ലേണിംഗ് ടു പുൾ ദ ലൂപ്പ് വാസ് ഇംപ്രൂവ്ഡ്. അപ്പം വീണ്ടും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ട്രയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് മനസ്സിലായി? ഈ ഒരു ക്യാറ്റിന് പുള്ളി ചെയ്യുന്നത് ഇമ്പ്രൂവായി വന്നു. ഫൈനലി ദ ക്യാറ്റ് ലേൺ ടു പുൾ ദ ലൂപ്പ് ആസ് ഇറ്റ് വാസ് പ്ലേസ്ഡ് ഇൻ ദി. അപ്പോൾ കുറേ വട്ടം ട്രയൽ ചെയ്തപ്പോൾ ഈ സെയിം എക്സ്പെരിമെൻറ്റിലൂടെ ആ സെയിം ക്യാറ്റിനെ നമ്മൾ ട്രയൽ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? അവസാനം ഇതിന് മനസ്സിലായി പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിന് തുറക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം ഒക്കെ അത് കുറേശ്ശെ ആയിരുന്നു അത് പുള്ളി ചെയ്യുന്നതെങ്കിൽ അവസാനം എന്ത് ചെയ്തു? ഫൈനലി അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അത് പുള്ളി ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ദിസ് ലേണിംഗ് വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ട്രയൽ ആൻഡ് എറർ ബൈ തോർണ്ടിക്. എന്തുകൊണ്ടാണ് ഇതിനെ ട്രയൽ ആൻഡ് എറർ മെത്തഡായിട്ട് കാണുന്നത്? ബിക്കോസ് ദ അനിമൽ ലേൺ ടു എലിമിനേറ്റ് ദ റിവാർഡ്ലെസ് ബിഹേവിയർ ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ റിവാർഡിങ് ഓൺലി. അപ്പം ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് എന്തുകൊണ്ടാണ് തോർണ്ടിക് പറഞ്ഞത്? ബിക്കോസ് ആ ആനിമൽ റിവാർഡ് കിട്ടുന്ന ബിഹേവിയറിനെ സ്വീകരിച്ചുകൊണ്ട് റിവാർഡില്ലാത്ത ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്.
സോ ദ അനിമൽ ലേൺ ടു എലിമിനേറ്റ് ദ റിവാർഡ്ലെസ് ബിഹേവിയർ ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി റിവാർഡിങ് ഓൺലി. അതുകൊണ്ടാണ് തോണ്ടിക്ക് അതിനെ എന്ത് വിളിച്ചത്, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിട്ട് വിളിച്ചത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. സോ വാട്ട് ഈസ് ലേറ്റൻറ്റ് ലേണിംഗ്? ലേറ്റൻറ്റ് ലേണിംഗ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലേണിംഗ് ദാറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ ആൻ overt റെസ്പോൺസ്. അപ്പം ഇപ്പം നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യം ഇപ്പം ലേൺ ചെയ്തു, പക്ഷെ അത് ഇപ്പം തന്നെ അത് റെസ്പോൺസ് കാണിക്കുന്നില്ല, ലേറ്റർ സ്റ്റേജിലായിരിക്കും അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലേണിംഗ് ദറ്റ് ഒക്കേഴ്സ് വിത്തൗട്ട് എനി ഒബീവിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അവിടെ പ്രത്യേകിച്ച് റീഇൻഫോഴ്സ്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ ബിഹേവിയർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എന്താ, ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ബിഹേവിയർ ഈസ് കോൾഡ് ആസ് ഹിഡൻ ലേണിംഗ്. ഹിഡൻ ലേണിംഗ് എന്ന് പറയാൻ കാരണം എന്താ, ഇപ്പം നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു, പിന്നെ ലേറ്റർ എപ്പോഴെങ്കിലും അത് യൂസ് ആവുന്ന സമയത്ത് മാത്രം അത് പുറത്ത് കാണിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ an animal may explore a maze at will. When a prior experienced rat and a new rat is allowed to run in maze, the first runs faster as it knows already. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റാറ്റിനെ ഒരു മേസിനകത്ത് വിട്ടു, അത് ഓടിക്കളിച്ച് വഴി കണ്ടുപിടിച്ചു. നമ്മൾ സെക്കൻഡ് ടൈമിൽ രണ്ട് മേസുകളെ ഒരുമിച്ച് രണ്ട് റാറ്റുകളെ ഒരുമിച്ച് ഈ മേസിലിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആദ്യം ഉണ്ടായിരുന്ന റാറ്റിനാണെങ്കിൽ കുറച്ചുകൂടെ അതിന് ഓർമ്മയുണ്ട്, അത് നേരത്തെ പഠിച്ചതാണ്, നേരത്തെ ആ മേസിൽ കിടന്നതായതുകൊണ്ട് ഈസിലി അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. ഇതാണ് ലേറ്റൻറ്റ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ദ അക്വിസിഷൻ ഓഫ് എ റെസ്പോൺസ് റിമെയിൻസ് ഹിഡൻ ഓർ ലേറ്റൻറ്റ് ആൻഡ് എക്സ്പ്രസസ് ലേറ്റർ. ദിസ് കൈൻഡ് ഓഫ് ലേണിംഗ് ഈസ് കോൾഡ് ലേറ്റൻറ്റ് ലേണിംഗ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ലേണിംഗ് എന്താണ്, നമ്മുടെ മനസ്സിൽ തന്നെ കിടന്നിട്ട് പിന്നെ എപ്പോഴേലുമാണത് പുറത്ത് വരുന്നത്. ഇൻസെക്ട്സും ബേർഡ്സും അതിൻ്റെ ഹോം ടെറിട്ടറി കണ്ടുപിടിക്കുന്നത് ലേറ്റൻറ്റ് ലേണിംഗ് വഴിയാണ്. വൈൽഡ് ആനിമൽസ് യൂട്ടിലൈസ് ഇറ്റ് ടു അവോയ്ഡ് പ്രിഡേറ്റേഴ്സ് ആൻഡ് ഇൻ സെർച്ച് ഓഫ് ദെയർ ഫുഡ്. ഫുഡ് കണ്ടുപിടിക്കാനും പ്രിഡേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽഡ് ആനിമൽസ് ഈ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ഇൻ ഹ്യൂമൻസ്. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻസ് കുഞ്ഞിലെ പിള്ളേർ എന്ത് ചെയ്യും, അച്ഛനമ്മമാരുടെ ബിഹേവിയേഴ്സും ഒക്കെ കണ്ടുപഠിക്കും, എന്നിട്ട് ലേറ്റർ എപ്പോഴേലും ആയിരിക്കും അതവർ പുറത്ത് കാണിക്കുന്നത്. സോ അങ്ങനെ ടൈപ്പ് ഓഫ് ലേണിങ്ങിനാണ് നമ്മൾ ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടൈപ്സ് ഓഫ് ലേണിങ്ങിനകത്ത് ഇന്ന് നോക്കി എന്തൊക്കെയായിരുന്നു, നോൺ അസോസിയേറ്റീവ് ലേണിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു, അതിൽ ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. അതിൽ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പറഞ്ഞു, പാരൻറ്റ് കണ്ടീഷനിങ്ങും പറഞ്ഞു. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്ത ആരായിരുന്നു, ഇവാൻ പാവ്ലോ ആയിരുന്നു. അദ്ദേഹം ഡോഗിനെ ട്രെയിൻ ചെയ്ത് ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, സലൈവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റി. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിനാണ് അദ്ദേഹം എന്ത് വിളിച്ചത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിച്ചത്. അവിടെ അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി, അതിൽ ഹംഗ്രി ആയിട്ടുള്ള ഡോഗിനെ പ്ലേസ് ചെയ്തു. ആദ്യം ഫുഡ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അത് സലൈവേറ്റ് ചെയ്യും. പിന്നീട് അദ്ദേഹം ഫുഡിൻ്റെ കൂടെ ബെല്ലും കൂടെ കൊടുക്കും. അപ്പം പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് പറ്റും, ആ ഡോഗ് ഫുഡ് ഇല്ലാതെ തന്നെ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഒപ്പാരൻ്റ് കണ്ടീഷനിങ് PF സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തത്. സ്കിന്നർ ബോക്സ് അദ്ദേഹം എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ നമ്മൾ ട്രയൽ ആൻഡ് എറർ പറഞ്ഞായിരുന്നു, അവിടെ ത്രോണ്ടിക് ആയിരുന്നു. ത്രോണ്ടിക് എന്ത് ചെയ്തു, ഒരു പ്രോബ്ലം ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഓർഗാനിസത്തിന് എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ലേണിംഗ് പോസിബിൾ ആക്കി. പിന്നെ നമ്മൾ പഠിച്ചത് ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. നമ്മളിപ്പം ഒരു ബിഹേവിയർ ലേൺ ചെയ്തെടുത്തു, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് പിന്നീട് ലേറ്റൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ലേറ്റർ എപ്പോഴെങ്കിലും ആയിരിക്കും അത് നമ്മൾ എന്ത് കാണിക്കുന്നത്, റെസ്പോൺസ് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഒരു ബിഹേവിയറിനാണ് നമ്മൾ ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലേണിംഗ് ബിഹേവിയർ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.